35 ഇപ്പൊ ഒരു ചോദിക്കുന്ന 50 ആണ് പെർ പീസ്. സോ ഇറ്റ് വോണ്ട് ബി ഗിവൺ ബൈ ദിസ്. അതാണ് പ്രശ്നം. ഹേ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഊട്ടിയിലെ നമ്മുടെ മോർണിംഗ് ബാക്കിൽ കാണാൻ പറ്റുന്നില്ലേ, അത്യാവശ്യം കോടമഞ്ഞൊക്കെ ഉണ്ട്. തണുപ്പുണ്ട്, പക്ഷെ ഭയങ്കര എക്സ്ട്രീം സാധനമില്ല. കളകളാരവെള്ളം കേൾക്കുന്നത് അത്യാവശ്യം നല്ലൊരു ഓട്ടം കിട്ടി. കുറച്ച് നേരത്തെ എണീക്കാൻ വിചാരിച്ചു, പക്ഷെ ഇവിടെ സൺറൈസിന്റെ സ്ഥലമല്ല അത്. ടീ പ്ലാന്റേഷൻസ് ഒക്കെ ഉണ്ട് ഇവിടെ. അത്യാവശ്യം വ്യൂ ഉള്ളൊരു സ്ഥലം തന്നെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടുന്ന് എന്നൊക്കെ കാണണം, എവിടേക്ക് പോകണം എന്നുള്ളതൊന്ന് പ്ലാൻ ചെയ്യാം. ഓക്കെ, കണ്ട കുറെ ബിൽഡിങ്സ് ഒക്കെ ഉണ്ട്, ചെറിയ ചെറിയ സിറ്റീസ് ഒക്കെ ഉണ്ട് അടുത്ത്, മീൻസ് ടൗണ്. ടീ പ്ലാന്റേഷൻസ് നമ്മുടെ റോഡ് ഇരുന്നിട്ട് മഞ്ഞൊക്കെ ഉണ്ട്. ഞാനകത്തേർത്തെ എനിക്ക് പനിയെടുക്കും, ബാഗ് ഉറങ്ങിട്ട് നമുക്കിവിടെ കെറ്റില് സൺറൈസിന്റെ ഒരു നെസ്കഫേ ഇതിട്ടിട്ട് കുടിക്കാം. -17 നീലഗിരി. സമയം 7 മണിയാണ്. സൺറൈസ് ആ സൈഡിൽ നിന്ന് തോന്നുന്നു. സൈഡാ ചെറിയൊരു ഫോഗ് പോലെ. ഷവർമ റോളുണ്ട്. ഷവർമയിലെ 2 പാറ്റികളാണ് ഞങ്ങൾ ഒട്ടിപ്പിടിച്ച് കിടക്കുന്ന 2 ഷവർമ റോൾ. നല്ല സുഖമുണ്ട്. എണീക്കണില്ലേ? ഇങ്ങനെ കണക്ട് ഓരോന്നോരോന്ന് പഠിച്ചു വരുന്നുള്ളൂ ഗൈസ്. ഇപ്പൊ പഠിപ്പിച്ചല്ലേ നാളേക്ക് മറക്കൂട്ടെ വേറെ കാര്യം. ഇപ്പൊ കണക്ട് ചെയ്യാൻ പഠിച്ചില്ല. ഭരതൻപിള്ളേന്റെ കൈക്കിടുന്ന ആ ഒരു പ്ലാസ്റ്റിക് കവറുണ്ട്, അതിട്ടാലും അവന് കുടിക്കാൻ പറ്റുള്ളൂ. മറ്റേ പ്ലാസ്റ്റിക് വെള്ളാവാതിരിക്കാനായിട്ട്. അപ്പൊ അത് കാറിലുണ്ട്, അതെടുക്കാൻ വേണ്ടിട്ട് നമ്മുടെ റബ്ബ് തണുത്തുറങ്ങിയിരിക്കുകയാണ്. ഇവിടുന്ന് എടുത്തിട്ട് സൂര്യൻ ഉച്ച തുടങ്ങി. പട്ടി മൂത്രം ഒഴിക്കാം. സൺറൈസ് ഫ്രം ദിസ് സൈഡ്. ലോട്ടറി അടിക്കാൻ വേണ്ടി കാത്തുക. നിങ്ങള് കല്ലിന്റെ മുകളിൽ അടിക്കണ അതിന്റെ അത്ര കുളിപ്പിക്കാന്ന് ഓലത്തിരുന്നു ഏലാടും ചെല്ലപ്പൈ. കുളിസിൻ പാത്രത്തിന്റെ റിവ്യൂ പറയാണ് ഗൈസ്. ഫോട്ടോഷൂട്ടിന് വന്ന കപ്പിൾസ് ഊട്ടിയിലേക്ക്. സേവ് ദ ലൈറ്റ്. ഇവനെന്താ പ്രതിഷ്ഠ?
ബായിലെ കുന്നിലിട്ട്. ഗുഡ് മോർണിംഗ്. നമ്മള് രാവിലെ കുറച്ചൊരു വ്യൂ ഒക്കെ കണ്ട് പിന്നെ നമ്മളെന്താ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് കുളിച്ചില്ല, തല അഞ്ചില മേലെ ചൂടുവെള്ളം ഹീറ്റർ ഉണ്ട് അപ്പൊ മേലെ. ഇനിയിപ്പോ നമുക്ക് ഇവിടുന്ന് ചായ കുടിക്കാൻ പോകണം. ഇവരിവിടെ ഫോട്ടോഷൂട്ടിലാണ് ചെയ്യുമ്പോ. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം. എവിടെയാന്നുള്ളതൊക്കെ ചോദിച്ചു നോക്കണം. ബ്രേക്ക്ഫാസ്റ്റ് നമ്മള് ഇവിടുന്ന് ഒരു പാണ്ടി പാർക്കോ എന്നൊരു പാർക്ക് ഉണ്ട്. എന്തിനും പാണ്ഡ്യൻ പാർക്കോ പാണ്ഡ്യൻ പാർക്ക്. അപ്പൊ അവിടെ പോയി കഴിക്കാം. അവിടെ പെർ ഹെഡ് 150 ആണ്. അപ്പൊ അവിടെ വേർത്താണോ അറിയില്ല. ഇഡ്ഡലി സാമ്പാർ അങ്ങനത്തെ സാധനമാണ്. സോ നമ്മളെന്തായാലും അവിടെ പോയി കഴിച്ചു നോക്കാം. ഓക്കെ, ഓൾറെഡി ടൈം ആയിട്ടുണ്ട്. ചെക്കൗട്ട് 10:30 പറഞ്ഞ ഇപ്പൊ 9:30 ഇപ്പൊ നമുക്ക് ഏതായാലും നോക്കി നോക്കാം. ഓക്കെ, 5 minutes ഉള്ളു ഇവിടെ. ശരി ഗൈസ്, നമ്മള് രാത്രി വന്ന വഴി കൂടെ ഇപ്പൊ പോകുമ്പോ അത്യാവശ്യം നല്ല വ്യൂ ഉണ്ട്. ഇതൊക്കെ നമ്മള് രാവിലെ കാണുന്ന വ്യൂ ആണ്. കാപ്പിത്തോട്ടം. 2 ഹുഡീസ് ഇട്ട ആൾക്കാര് ചെറുപ്പക്കാരാണ്. ഫ്രീക്കി ബോയ്സ്. യാ, ഫ്രീക്ക് ബോയ്സ് ആ. ഇതൊക്കെ രാത്രി വന്നപ്പോ മനസ്സിലാവുന്നും കൂടെ ഉണ്ടായിരുന്നില്ലേ അതൊക്കെ ഏതാ വഴി. ഇതിലൊന്നല്ല നമ്മള് വന്നേ. പുള്ളിക്കാരത്തി പറഞ്ഞ ഹോട്ടൽ ഈ പാണ്ഡ്യൻ പാർക്ക് ക്യാൻറ്റീനാണ്. എന്താ അവസ്ഥ അറിയില്ല. നസുക്കി വിട് ശിവകാമി എന്ന് പറഞ്ഞ മാതിരിയാവോ. ഫ്രീക്കൻ അറ്റ് ഊട്ടി. ബാക്കി കാണുന്നതാണ് ഈ പാണ്ഡ്യൻ പാർക്ക്. ബാക്കിൽ നല്ല വ്യൂ ഉണ്ട്. സോ നമുക്ക് അവിടെ പോയി നോക്കാം ഫുഡ് കഴിക്കാൻ. ഓക്കെ, ഇവിടുന്ന് കഴിക്കാൻ പറ്റുമോ നമുക്ക് എന്തായാലും. ലോക്കൽ ഫുഡ് എക്സ്പ്ലോർ ചെയ്യണം. ഉഴുന്നവിടെ ഇരിക്കുന്നു. എന്തോ തമിഴിൽ എന്തോ എഴുതിയിട്ടുണ്ടല്ലോ. ലോക്കൽ ഫുഡ് അടിപൊളിയാന്ന് പറഞ്ഞ ഇവിടെ കയറിയതാ. എന്താ അവസ്ഥ നോക്കാം. ഇല്ല, വാട്ടൊക്കെ ചുട്ടോണ്ടിരിക്കുന്നുണ്ട്. പറഞ്ഞല്ലോ നമുക്ക് ഏതായാലും കഴിച്ചിട്ട് വരാം. ഇഡ്ഡലി നമ്മള് കമ്മിയാണ്. പരിപ്പുവട ചീരയുണ്ട്. ചീര പിരമിഡ് പൊട്ടിക്കാൻ പറ്റുമോ? അയ്യോ, ചൂടാണ്. സോ ഗൈസ്, നമ്മള് ഫുഡ് കഴിച്ചിറങ്ങി. അവിടുന്ന് നമ്മള് നെയ് റോസ്റ്റ് കഴിച്ചു. മറ്റേ അങ്ങനെ ഫില്ലായി. 555 555 ആയി കോസ്റ്റ്. നെയ് റോസ്റ്റിന് 100 രൂപ. യെസ്, ഇവിടെ കുഴപ്പമില്ല. നമുക്ക് വയറ് ഫില്ലാവുന്ന അത്രയും കഴിച്ചു. അത്യാവശ്യം ഹെവി ആയി. ഇനിയിപ്പൊ ലഞ്ച് അത്ര ഹെവി ആവേണ്ട ആവശ്യമില്ല. ചൂട് വന്നു തുടങ്ങി. തണുപ്പ് ചെറിയ രീതിയിലേ ഉള്ളൂ. ഇപ്പൊ ഒരു കോമ്പൻസേറ്റ് ആയി പോകുന്ന കാലാവസ്ഥ. അങ്ങനൊന്നുമില്ല, വെയിലുണ്ട് പക്ഷെ തണുപ്പുണ്ടടി ഇവിടെ. നമ്മളെ നാട്ടിൽ തണുപ്പുണ്ടാ? നിന്നെ ഈ ടൈമിന് കേരളത്തിൽ കൊണ്ടിട്ട നീ പുറത്ത് നിൽക്കും കൂടെ ഇല്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടുന്ന് നേരെ റൂമിലേക്ക് കയറാൻ എന്നിട്ട് ചെക്കൗട്ട് ചെയ്യാം. ഓക്കെ, നമ്മള് റെഡിയായി അല്ലേ? ബാഗ് ഒരുങ്ങിക്കൊണ്ടിരിക്കുക. ബാത്റൂമിൽ വെച്ച് മേക്കപ്പ് എടുത്തു. എന്തൊക്കെ സഹനങ്ങളല്ലേ. എല്ലാരും സെറ്റായി. നമ്മള് പാക്കപ്പ് ആവും. മൂന്ന് മാസം 6 മാസം വയറ് മുട്ടിച്ച് നിൽക്കാൻ പറ്റും. സുമോസ്തി അടുത്ത ലൊക്കേഷൻ നോക്കിക്കൊണ്ടിരിക്കുക. ഭരത്ത് നിയറസ്റ്റ് ലൊക്കേഷൻ.
മരത്തിന്റെ കോസ്റ്റ്യൂം കൊള്ളാം. നമ്മളിവിടുന്ന് ഇറങ്ങാണ് ഗൈസ്. യെസ്, അതായത് എന്റെ കോസ്റ്റ്യൂം ഭാഗ്യ ഇന്നലെ എടുത്ത ഡ്രസ് അത്. പുതിയ ടോപ്പാണ്. എങ്ങനെയുണ്ട് ഗൈസ്? ഈ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട്? എല്ലാരും കമന്റ് ബോക്സിൽ പറയൂ കേട്ടോ. അതെ അതെ, ഭരത്തും അടിപൊളി. തായ്ലൻഡ് അങ്ങനെ എന്താണ് ഇത്ര ഇതിന്റെ പേര്? തായ്ലൻഡിന്റെ ടോപ്പ്. നമ്മൾ ഇവിടുന്ന് ചെക്ക്ഔട്ട് ചെയ്തു. ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്കിവിടെ ഇപ്പൊ ടോട്ടൽ എക്സ്പെൻസ് 5500 സംതിങ് ആണ്. ഇവിടെ ഇപ്പൊ റൂമിലേക്ക് 1 നൈറ്റ് 5 പേർക്കുള്ള ഈ റൂമിന്. ഓക്കെ, പിന്നെ ഫുഡ് നമ്മൾ 150 പെർ ഹെഡ് ആണ് ഇവിടുത്തെ ഇൻഹൗസ് ഇവര് ചെയ്യുന്നത്. നമ്മൾ പുറത്ത് പോയി കഴിച്ചപ്പോൾ നമുക്ക് 150 വെച്ച് പെർ ഹെഡ് വരും, നമുക്ക് 700 സംതിങ് വരും. അപ്പൊ നമ്മളത് വേണ്ടാന്ന് വിചാരിച്ചിട്ട് പുറത്ത് പോയി. ഇവിടെ ഒരു പാർക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാൻറ്റീൻ ഉണ്ട്. അപ്പൊ അവിടെ പോയിട്ട് ഇവിടുന്ന് അടുത്ത ജംഗ്ഷൻ പാണ്ഡ്യൻ പാർക്ക്, ഇവിടെ കുറച്ചുള്ളൂ, ഒരു 5 മിനിറ്റ് 10 മിനിറ്റിനുള്ളിൽ എത്തും. പിന്നെ പോകുമ്പോൾ ശ്രദ്ധിക്ക്, ചെറിയ റോഡാണ്. അങ്ങനെ അവിടുന്ന് ഫുഡ് കഴിച്ചാൽ നമുക്ക് 555 ആയി മൊത്തത്തിൽ. നമ്മൾ അത്യാവശ്യം ഫില്ലായിട്ടുണ്ട്. ഇനി നമുക്ക് ഉച്ചക്ക് കുറച്ച് ലേറ്റ് ആയാലും വലിയ കുഴപ്പമില്ല, ആ രീതിക്ക് ഇപ്പോൾ ഇവിടുന്ന് ഫുഡ് കഴിച്ച്. അപ്പോൾ നമ്മളിവിടുന്ന് ഇറങ്ങുകയാണ്. ഇവിടുന്ന് ഓൾറെഡി നമ്മൾ വെള്ളമൊക്കെ കരുതിയിട്ടുണ്ട്. പോകുന്ന വഴിക്ക് ഫസ്റ്റ് നിയറസ്റ്റ് ലൊക്കേഷനിൽ ചെന്നിട്ട് പിന്നെ അവിടുന്ന് പ്ലാൻ ചെയ്യണം. ഓക്കെ, നമ്മൾ ഓൾറെഡി ഭയങ്കര പ്ലാനായിട്ട് ഇറങ്ങി വന്നല്ലേ, ഇവിടെ കയറിയിട്ട് ചെയ്യാൻ വിചാരിച്ചു, ഇവിടെ എത്തിയ ലേറ്റ് ചെയ്താണുള്ളത്. അപ്പോൾ നമുക്ക് ഏതായാലും ഇവിടുന്ന് ഇറങ്ങാം. ഓക്കെ, ഭരത്ത് ഒരു ലൊക്കേഷൻ നോക്കി വെച്ചു. അങ്ങനെ നമ്മളത് മാപ്പിലിട്ടിട്ട് ഫസ്റ്റ് തന്നെ പോയിട്ടുണ്ടായിരുന്നത് ഒരു വാട്ടർഫോൾസിന് അങ്ങോട്ടായിരുന്നു, കാത്തറിൻ വാട്ടർഫോൾസ്. നമ്മള് കോട്ടഗിരി മുനിസിപ്പാലിറ്റി, നമ്മൾ വന്ന റൂട്ട് തന്നെയാ പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ അതെ, കോട സ്റ്റിൽ ദർ. ഇവിടെ മറ്റേ പാർട്ടി പ്രവർത്തകരുടെ കലാശക്കൊട്ടായിരുന്നു അന്നത്തെ ദിവസം. നമ്മുടെ ലൊക്കേഷൻ യെസ്, ഇനിയിപ്പോ ഒരു 7 കിലോമീറ്റർ കൂടെ കാണിക്കുന്നുണ്ടാകട്ടെ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് അവിടേക്ക് എത്തിയിട്ട് അവിടെ എങ്ങനെ ഉണ്ട് കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. ഇവിടെയൊക്കെ ഫുള്ള് സൈഡിലൊക്കെ മറ്റേ തേയിലത്തോട്ടം, കാപ്പിത്തോട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ കാപ്പി തപ്പി പോണ്ട, തേയിലത്തോട്ടം ഉണ്ട് ഇവിടെ സൈഡിലൊക്കെ. അപ്പൊ നമ്മള് ഇവിടെ എക്സ്പ്ലോർ ചെയ്തിട്ട് വേണം. ഇവിടെയൊക്കെ നിർത്തി ഫോട്ടോ എടുക്കാം, പക്ഷെ സീനാണ്. നോക്കാം. കാപ്പിത്തോട്ടം എന്ന് പറഞ്ഞാൽ അമ്മ വീണ്ടും എവിടെ കാപ്പി എവിടെ നീ അതില് പറഞ്ഞിട്ട് കാര്യമില്ല, മൈക്കിന്റെ കയ്യില ആരൊന്നും പറഞ്ഞു കേട്ടോ. നല്ല വ്യൂ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കോട്ടഗിരി വരികയാണെങ്കിൽ ഇവിടെ ഏറ്റവും അടുത്തുള്ള നിയറസ്റ്റ് ആയിട്ടുള്ള സ്ഥലമാണ് കാത്തറിൻ വാട്ടർഫോൾസ്. അത് കഴിഞ്ഞിട്ട് പിന്നെ സഡൻ പ്ലാൻസ് ആണ്, ഇപ്പൊ അവിടെ എത്തിക്കഴിഞ്ഞാല് നെക്സ്റ്റ് എവിടെ പോകാൻ പറ്റുന്നുള്ള അവിടെ നിന്ന് ആകെ നോക്കേണ്ടി വരും. അത് ഒരാഴ്ച ഒരാഴ്ച തന്നെ വാട്സപ്പിൽ അതിലുള്ളതാണ്. പക്ഷെ എവിടേക്ക് എങ്ങനെ എത്ര ദൂരം അതൊക്കെ മല അടിപൊളി അടിപൊളി നല്ല വ്യൂസ്. തവിട്ടുമേട് കാത്തറിൻ വാട്ടർഫോൾസ് 5.2 കിലോമീറ്റേഴ്സ് ഫ്രം. അങ്ങനെ അവിടുന്ന് കുറച്ചു ദൂരം മുമ്പോട്ട് പോയപ്പോ ഈ ഒരു സ്ഥലം കണ്ട്. ഇവിടെ ഈ ഒരു നീല പൂവുകൾ ഇങ്ങനെ വരുന്ന സ്ഥലം. അപ്പൊ അവിടുന്ന് കുറച്ചു നേരം ഫോട്ടോ എടുത്തു നമ്മള് ഗ്രൂപ്പായിട്ടും എല്ലാം. നമ്മള് ഈ മരത്തിന്റെ അടിയിൽ നിന്നിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി നിന്നാണ്. ഇത് കുറച്ചുകൂടി താഴത്തായിരുന്നു, കുറച്ചുകൂടി നല്ലതായിരുന്നു. നമ്മളിതാ ഈ തേയിലത്തെ ഈ തോട്ടല്ലേ, അതിന്റെ നടുക്ക് നിന്നിട്ട് ഫോട്ടോ എടുക്കാന്ന് വിചാരിക്കുന്നുണ്ട്.
പോണ വഴിക്ക് ഇവിടെ നിർത്തി ഡേ ഇവിടെ നടക്കുന്ന മതി. നമ്മള് തേയിലത്തോട്ടത്തിന്റെ നടുവ് കൂടെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു ട്രിപ്പ്. അവിടെ ഫോട്ടോ എടുക്കുക. ഇതിലേ ഇങ്ങനെ ഇറങ്ങി നടക്കാണ് സൈഡിൽ കൂടെ. അമ്മ പേടിച്ച് നിൽക്കുന്നുണ്ട്. ഫോട്ടോ എടുക്കുക. നമ്മള് അവിടെ എത്തുന്നതിന് മുന്നേ തന്നെ ഒരുപാട് സ്ഥലത്ത് നിർത്തി. ഇനിയിപ്പോ അവിടെ എത്തണം. എന്റെ അമ്മ പിണങ്ങി പോകുന്നതാ. ചെടിയാണ്. അങ്ങനെ നമ്മൾ അവിടെ നിർത്തിയിട്ട് കുറച്ചു ദൂരം മുമ്പോട്ട് നടക്കാനുണ്ടായിരുന്നു. നല്ല തണുപ്പാന്ന് പറഞ്ഞു. 12 കോടയൊക്കെ ചൂടി പോകുന്നു. ടൈം ഈസ് 11:41. ഏകദേശം ഉച്ചയാവാനായിട്ട്. അങ്ങോട്ട് നോക്കി നോക്കാം. നോ എൻട്രി. ഇതിന് വേണ്ടിട്ട് ഇപ്പൊ അവിടെ വരുവാന്ന്. ഇനിയിപ്പൊ തിരിച്ചങ്ങോട്ട് തന്നെ വേണം. ഈ ഫ്യൂച്ചർ ഇല്ലാത്ത ഭൂതത്തിന്റെ കയ്യിലാണ് നമ്മുടെ ഭാവി ഇരിക്കുന്നത്. ഇതേ ഫ്യൂച്ചർ. ഈ വഴിയാണ് പോകേണ്ടത്. നമ്മൾ നേരത്തെ നോ എൻട്രി ബോർഡ് കണ്ടില്ല, അതിൽ കുറച്ച് മുന്നേയിട്ട് ഒരു റൈറ്റിലേക്കുള്ള ഒരു വഴിയാണത്. നടന്നു പോകുന്ന ടൈപ്പ് ഒരു വഴി. ഇതിനെ കയറണം, കുറച്ച് കയറാനുണ്ട്. അത്യാവശ്യം നടന്ന് കയറാണ്ട്. ഇപ്പൊ ചാടിക്കയറി വരുമ്പോ ആലോചിച്ചാൽ അത്യാവശ്യം ദൂരം ഉണ്ട്. എനിക്ക് വെള്ളം സ്പ്രേ ചെയ്യുന്നുണ്ട്. ഭാഗ്യ ഹാപ്പി അല്ലേ? പിന്നല്ല. അവിടെ മെയിൻ എൻട്രൻസ് ഒന്നും ഇല്ലേ? നമ്മുടെ മറ്റേ ഇത് തേയില എന്നുള്ളത് അതെ, കാറ്റും കൊണ്ട് നേരെ കുത്തനെ കൊണ്ട് നടന്നു. നോക്ക് ഗൈസ്, 2 കിലോമീറ്റർ നടക്കാണ്ടെന്ന്. അവിടെ പോയിട്ട് വെറുത്തല്ല എല്ലാരും ഞാൻ കാണിച്ചിരുന്നു. അത്യാവശ്യം ദൂരം പോവാനുണ്ട്. അപ്പൊ എന്നാലും വേർത്തായിരിക്കും വിചാരിക്കാം. കയറ്റില്ലാന്നുണ്ടെങ്കിൽ സുഖമായിട്ട് കാണാം. പ്ലാന്റേഷൻ അടിപൊളിയാട്ടോ. ഇവിടുത്തെ വ്യൂ ഇഡ്ലനാണ്. എന്താ സാധനം ഇത്? തിന്നാൻ പറ്റുമോ ഗൈസ്? ഇത് തിന്നാൻ പറ്റുമോന്ന് അറിയില്ല. ചത്തുപോയാലും ഞാൻ ഇവിടുത്തെ വിക്ടിമാവും. കാര്യം പറയണ്ടേ? പൂവ് ഒന്നണിക്കാൻ വേണ്ടിട്ട് നടക്കുന്ന അവിടെ തല തന്നെ സീന്. കാട് പോലത്തെ ഒരു സ്ഥലത്ത് കൂടെ ഏകദേശം ഒരു 2 കിലോമീറ്ററോ അല്ല അതിന്റെ മേലെ ഉണ്ട് ഏകദേശം കേട്ടോ. മറ്റേ കായ വിഷക്കായ കേട്ടോ, അതുകൊണ്ട് അത് ഞാൻ കഴിച്ചിട്ടില്ല. ടാസ്ക് വഴി ഭയങ്കര ഈസി ആയിട്ട് എത്തുന്ന ഒരു സ്ഥലമല്ല അതെ സാധനം. അയ്യോ, നന്നായിട്ട് തോന്നുന്നല്ലോ. യാത്ര ഇതാണ്. മറ്റേ റിസ്ക് ആന്ന് പറഞ്ഞിട്ടാണ് അവിടെ ഒരു അച്ഛനും മോളും പോയപ്പോ കുറച്ച് സീനാണ്. സ്റ്റിൽ അവിടെ എത്തിയാറേ വെള്ളച്ചാട്ടത്തിന്റെ ഒച്ച കേൾക്കുന്നുണ്ടോ? നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ ഗൈസ്? ഫോറസ്റ്റ് മൊത്തം കാടാണ് ഗൈസ്. യെസ്. അയ്യ തിരിയൂ. കാട്ടിലൂടെ എത്തോ കൊറേ നേരം യെസ്, യുറേക്ക. വാട്ടർഫോൾസ് അവിടേക്കാണ്, ആ ഭാഗത്തേക്ക്. അവിടേക്ക് ഇറങ്ങാൻ റിസ്ക് ആണെന്ന് അവര് പറയണത്.
അപ്പൊ ഇത്രയും ദൂരം നടന്നു വന്നിട്ട് വരും. ഇവിടെയൊക്കെ നല്ല നല്ല മരങ്ങളുണ്ട്. വയലറ്റ് സ്കീനാണ് പോണ്ടെന്നാണ് പൊതുവെയുള്ള അഭിപ്രായം. ചെരുപ്പ് കാര്യങ്ങളൊക്കെ വിഷയമാണ്. അതാ എന്റെ കൈ പോണെന്നുണ്ട്, പക്ഷേ ഇല്ലേ ഇറങ്ങാൻ സുഖമായിരിക്കും, കേറാനാ പാട്. വിഷയമില്ല. ഞാൻ ഷൂ ഊരിട്ടാണ്. ചെറുപ്പക്കാരനെ പറയുന്നുണ്ട് കേറുമ്പോ ഭയങ്കര സീനാണ്. അല്ല ചെറുതായിട്ട് സുഖം. നീലഗിരി 24 ഡിഗ്രി ഉണ്ട് ഇവിടെ. വെള്ളം തന്നെ കുടിക്കണം ഗൈസ്. നല്ല ടയേർഡായി. വാട്ടർഫോൾസ് കാണാനും പറ്റിയില്ല, ബട്ട് സ്റ്റിൽ ടയേർഡ് ആവുകയും ചെയ്തു. നോക്കാൻ തരും. ദാസറി വരുന്നേ ഉള്ളൂ. വെള്ളച്ചാട്ടം കണ്ടില്ല, പക്ഷെ വെള്ളം കുടിക്കാൻ ദാഹിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മള് 5 വാട്ടർമെലൺസ് പറഞ്ഞു. ഇവര് അവിടെ പോയിട്ട് അപ്പൊ ഇവരെ ഫോട്ടോ നമ്മൾ എടുത്തു. ഇനിയിപ്പോ ഇവിടുന്ന് വെള്ളം കുടിച്ചിട്ട് ടൂറിസ്റ്റ് പ്ലേസ് ഇരിക്കാ. പക്കത്തില് ടൂറിസ്റ്റ് പ്ലേസ് അല്ല കൊഞ്ചം കൊഞ്ചം സമയത്ത് ഇവിടുന്ന് വഷളാവണ്ട. നമുക്കിവിടെ വെള്ളം നെക്സ്റ്റ് ലൊക്കേഷനിൽ ഇവിടുന്ന് പിന്നെ പോകാം. ഓക്കെ, സാധനം നമ്മള് കാവിൻസിനെ ചിരിപ്പിക്കുന്നു. അച്ഛനും അമ്മ വേണ്ടത് ഭരത്തും ഞാനുണ്ടാക്കി. Consumer Protection Forum. So you will be shut down. 35 ആണ് ഇതിന്റെ പ്രൈസ് MRP. പക്ഷെ എന്നിട്ട് 35 ഇപ്പൊ ഒരു ചോദിക്കുന്ന 50 ആണ് പെർ പീസ്. സോ ഇറ്റ് വോണ്ട് ബി ഗിവൺ പ്രൈസ്. പ്രശ്നം. നമ്മളിവിടുന്ന് കഴിച്ച് വെള്ളം കുടിച്ച്, പക്ഷെ ഇവിടെ ഭയങ്കര കുറവാണ്. തണ്ണിമത്തൻ തണ്ണിമത്തിന് തന്നെ ഒരു പകയ്ക്കും കൊടുക്കും. സത്യം രസമില്ല, പഴകിയാ തോന്നുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ആ കവിൻസിന്റെ ഇത് മേടിച്ചു. അതിന് 35 MRP ഉള്ളത്. എന്നിട്ട് ഇവര് അറിയാണ് ഇവിടെ ചാർജ് എടുക്കുന്നത് 50 ആണ് എന്നാണ്. അതെന്തപ്പോ കാര്യമുള്ളത്? പക്ഷെ നല്ല അറിവാണ്. പിന്നെ പാവങ്ങളാണ്, റിമോട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് അവിടുത്തെ ലോക്കൽ ആൾക്കാർ സപ്പോർട്ട് ചെയ്ത് നമ്മൾ അന്ന സ്ഥലം വെറുത്താണെന്നെങ്കിൽ ഓക്കെ, അങ്ങനെയൊക്കെ മേടിക്കുക. ഇതിപ്പോ ഒന്നും ഇല്ല ഇവിടെ കാര്യം. ഒരു പറ്റിക്കല് വെള്ളച്ചാട്ടം കാണാൻ പോയില്ലല്ലോ. മര്യാദ ഇല്ല. 50 രൂപയ്ക്ക് എന്നൊക്കെ പറഞ്ഞു കുഴപ്പമില്ല. അപ്പൊ എന്തായാലും ഇവിടുന്ന് നമ്മൾ നേരെ അടുത്ത സ്ഥലത്ത് വ്യൂ പോയിന്റ്, കോടനാട് വ്യൂ പോയിന്റ്, അവിടേക്കാണ് പോകുന്നത്. അപ്പൊ അവിടെ ഇത്തിരിയാണ്. അപ്പൊ ഇവിടെ വരുന്ന എന്തായാലും ശ്രദ്ധിച്ചോ, നല്ല അറിവാണ്. MRPന്റെ മേലെയാണ് ഒരു എന്തായാലും പ്രൈസ്. അപ്പൊ 35 MRP ഉള്ളതിന് 50 ആണ് ഇവര് മേടിച്ചത്. അപ്പൊ 15 റുപ്പീസ് ഒരു പിന്നെ മേലെ. എങ്ങനെ ഇവിടുത്തെ കറക്റ്റ് കാര്യം അറിയില്ല, അറിയാന്നുണ്ട് താഴെ കമന്റ് ചെയ്യുക. എന്തായാലും ഇങ്ങനെയാണ് പരിപാടി. അപ്പൊ നമുക്ക് അടുത്ത ഓക്കെ. നമ്മള് അവിടെ വെള്ളച്ചാട്ടം കറക്റ്റ് കാണാൻ പറ്റിയില്ല. പിന്നെ ഫുഡിന്റെ അവിടെ കുറച്ച് ടാസ്ക് ആയി. പിന്നെ അതാ നമ്മൾ ഇവിടെ നടത്തിയിട്ടൊന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിരുന്നു. ഇനിയിപ്പോ നമ്മള് നേരെ പറഞ്ഞ പൈൻ ഫോറസ്റ്റിലേക്ക്, അത്യാവശ്യം കിലോമീറ്റർ ഉണ്ട്. കാലിലൊരു വ്യായാമം ആയിക്കോട്ടെ വെച്ച് ഇവിടെ ഇറങ്ങിയ. സോ നമുക്ക് ഏതായാലും ഇനി അവിടേക്ക് തിരിക്കും. സിനിമാറ്റിക് ഗായ്സ്, പോത്ത്. ഞാൻ ഈ റൂഫിനെ മുകളിലാ. ഓണടിച്ചാലും ശല്യം ചെയ്യില്ലേ? ഓണടിച്ചാലും മാറത്തില്ല. സൺറൂഫ്. വാവ്, ഈ ഇതിന്റെ റൂഫിനെ
റൂഫിന്റെ മുകളിൽ കയറി നല്ലൊരു അനുഭൂതി, നല്ല കൂളിംഗ് വെച്ചാൽ നല്ല കൂളിംഗ്. ഇവിടെ ഇതൊക്കെ പൈമരങ്ങളാണ് ഗൈസ്. പൊളി 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 പൊളി. നമ്മുടെ കാര്യം അതെ, ചെടി ചെടി കക്കുന്നു ഗൈസ്, ചെടി കക്കുന്നു. ഞാൻ എന്റെ കാര്യം നോക്കി പോവാന്നുള്ളത്. ഇതൊന്നും അവിടെ ആക്കിയ ആവില്ലല്ലോ, ഉണ്ടാവില്ലല്ലോ. തണുപ്പ് കാണോ ഇങ്ങനെ ഈ ഊട്ടി കൊടൈക്കനാൽ ഏതെങ്കിലും തോട്ടം ഇങ്ങനെ എത്ര വൃത്തിയിൽ കാണും. അവിടുന്ന് പിന്നെ നമ്മൾ നേരെ പൈൻ ഫോറസ്റ്റ് ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള യാത്രയായിരുന്നു. പോകുന്ന വഴിക്ക് ഒരുപാട് ഇതേപോലെ ടീ പ്ലാന്റേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആ ഒരു വെയിലൊക്കെ ഉള്ളൊരു സിറ്റുവേഷന് നമുക്ക് ഒരു ഫോഗി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ കാണാനുണ്ടെങ്കിൽ കൂടി അത്യാവശ്യം ഇളം വെയിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ചൂടുണ്ടെങ്കിലും ആ ഒരു കാലാവസ്ഥ ഒരു ചൂടും പിന്നെ കുറച്ചൊരു തണുപ്പ് കൂടെ കലർന്നിട്ടുള്ളായിരുന്നു. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് ഇതേപോലെ ഒരുപാട് ടീ പ്ലാന്റേഷൻ ഒക്കെ കണ്ടു. പിന്നെ സൈഡിൽ കുതിരകളും ഹോഴ്സ് റൈഡും പിന്നെ അതേപോലെ ട്രാവലേഴ്സും അങ്ങനെ ഒരുപാട് കാഴ്ചകൾ നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ കണ്ടു. ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ ഡെസ്റ്റിനേഷൻ, ഇറ്റ്സ് അബൌട്ട് ദ വേ എന്നുള്ള ഒരു സംഭവം ഇല്ലേ, അതാണ് സംഭവം. എന്നാലും ഒരുപാട് നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ട്. ക്യാരറ്റ് ഒരു ബഞ്ചിന് 40. 2 ബഞ്ച് വീട്ടിക്ക് വേണം. 2 ബഞ്ച്. ബ്രക്കോളിക്ക് എത്ര? 1 kg 180 1 പീസ് 1 kg 180. ഓക്കെ. ക്യാരറ്റും ബ്രക്കോളിയും മേടിച്ചു. ക്യാരറ്റ് 2 ബഞ്ചിന് 40. ടൂറിസ്റ്റ് സാർ, ക്യാരറ്റ് ഒരു ബഞ്ചിന് 40 rupees ആണ്. പിന്നെ 1 kg ബ്രക്കോളിക്ക് 180 ആണ്. യെസ്, അപ്പൊ അത് രണ്ടും മേടിച്ചു. ഫ്രഷ് ബ്രക്കോളി നാട്ടിലെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നല്ല വില കുറവാ. ബ്രക്കോളിക്ക് നല്ല എനിക്ക് ഇരട്ടക്കുട്ടി ഉണ്ടാവട്ടെ. കാര്യാണല്ലോ. ബ്രക്കോളി പച്ചക്ക് തിന്നാൻ പറ്റുമെന്ന് അമ്മ ചോദിച്ച്. പിന്നെ അമ്മേനെ റോസ്റ്റ് ചെയ്തു. പിന്നെ അവിടെ നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് പൈൻ ഫോറസ്റ്റിലേക്കാണ്. പോകുന്ന വഴിക്ക് ഇതേപോലെ കുറെ ബിൽഡിങ്സ് ഇതേപോലെ നമ്മളെ ഈ ഊട്ടിയിലും കൊടൈക്കനാലിലും ഒക്കെ ഉള്ളതാണ്. ഈ മലേൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഒരുപാട് ഇങ്ങനെ സ്ലം പോലെ കുറേ ബിൽഡിങ്സ് വെച്ചിട്ട് ഒരുപാട് പേര് താമസിക്കുന്നതാണ്. അത്ര സേഫ് ആയിട്ടുള്ള സ്ഥലമല്ല, പക്ഷെ സ്റ്റിൽ അവിടെ ഒരുപാട് ആൾക്കാർ അങ്ങനെ താമസിച്ച് പോകുന്നുണ്ട്. അപ്പം നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ ഉണ്ട് അങ്ങനെ പോയി. ഇതേപോലെ അടിപൊളി കാണാൻ നല്ല ഭംഗിയുള്ള കുതിരകൾ ഇതേപോലെ കുറേ റോഡിലുണ്ടായത്. പിന്നെ നമ്മൾ പൈൻ ഫോറസ്റ്റ് ഏകദേശം അടുത്തെത്താറായപ്പോൾ കുറേയൊക്കെ വീഡിയോ എടുത്തു. അത്യാവശ്യം നല്ല ക്ലൈമറ്റ് തന്നെയായിരുന്നു. പൈൻ ഫോറസ്റ്റ് ആകുമ്പോൾ അധികം വെയിലുണ്ടാവില്ലല്ലോ ഉള്ളിലേക്ക്. ആ ഒരു എക്സ്പെക്ടേഷനിൽ നമ്മൾ അങ്ങോട്ട് ഡെസ്റ്റിനേഷൻ വെച്ചത്. പൈൻ ഫോറസ്റ്റിന്റെ സ്റ്റാർട്ടിംഗ് ഒക്കെ ആയിട്ടുണ്ട്. നല്ല ക്ലൈമറ്റ് ആണ്. മൊബൈലൊക്കെ പിടിച്ചു വെച്ചോണ്ടോ പൈൻ മരങ്ങൾ. പൈന് പൈന് ഗൂഡല്ലൂർ റൂട്ട് തന്നെയാണ്. യെസ്, അങ്ങനെ ഒരുപാട് കുരങ്ങന്മാരുണ്ടായിരുന്നു. നമ്മൾ വായും കൊണ്ട് പുറത്തേക്ക് ഇങ്ങനെ ക്യാമറ ഒന്നും വെച്ചില്ല. കാറിൻ്റെ അകത്ത് തന്നെ ഇരുന്ന് എടുക്കുന്നതുകൊണ്ട് ഫോണൊന്നും തട്ടിപ്പറിച്ചു കൊണ്ടുപോയില്ല. അമ്മ അവിടുന്ന് പറയുന്നുണ്ടായിരുന്നു ഫോണൊക്കെ തട്ടിപ്പറിച്ചു കൊണ്ടുപോകുന്നത്. ഈ ബിൽഡിങ്സ് ആണ് മറ്റേ മഴവില്ലിൻ്റെ കളറിൽ. എല്ലാ ബിൽഡിങ്സും നീല, വെള്ള, പച്ച, മഞ്ഞ പല കളറിലായിരുന്നു. പിന്നെ കുതിരകളും അവിടുത്തെ കാഴ്ചകളൊക്കെ ഉണ്ട്. നമ്മൾ അവിടെ എത്തി. നമ്മളിപ്പോ പൈൻ ഫോറസ്റ്റിന്റെ ലൊക്കേഷനിലേക്ക് എത്താനായിട്ടുണ്ട്. ദേവദൂതൻ സിനിമ ഒക്കെ കണ്ട ആൾക്കാർക്ക് അറിയുണ്ടാവും.
ഇവിടൊക്കെ ഈ ഭാഗങ്ങളിലൊക്കെ ആയിരിക്കും ചിലപ്പോ ഷൂട്ട് ചെയ്തിട്ടുണ്ടാവുക, എനിക്ക് തോന്നുന്നു. അപ്പൊ നമുക്ക് ഏതായാലും പോവാം. ഭാഗ്യ പറഞ്ഞ പോലെ തന്നെ ദേവദൂതൻ മൂവിക്കുള്ള ഒട്ടുമിക്ക ലൊക്കേഷൻസും ഇവിടെ തന്നെയാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. ആ ഒരു സ്കൂളൊക്കെ അല്ലേ നമ്മുടെ കോളേജ്, ആ ഒരു ബിൽഡിംഗ് ഒക്കെ ഇവിടെ ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ ഒട്ടുമിക്ക പാട്ടും ഫൈറ്റ് സീൻസും ഒക്കെ ഈ സ്ഥലങ്ങളിലൊക്കെ ആയിട്ടാണ് ചെയ്തിട്ടുണ്ടാവും. നമുക്ക് കറക്റ്റ് ഡീറ്റെയിൽസ് അറിയാത്തതുകൊണ്ടാണ് കംപ്ലീറ്റ് ആയിട്ട് പറയാത്തത്. നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ പാർക്ക് ചെയ്യാൻ വേണ്ടി കുറേ ദൂരം നടന്നു. ഇവിടെ പാർക്കിംഗ് ഫെസിലിറ്റി കുറവായിരുന്നു. ഓരോ വണ്ടി എടുക്കും തോറും അടുത്ത വണ്ടി പാർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ കുറേ ദൂരം മുമ്പോട്ട് പോയിട്ട് അവിടെ വെച്ചിട്ട് ഇങ്ങനെ നടന്ന് കണ്ട് വരികയാണ് ഉണ്ടായത്. അങ്ങനെ അവിടെ എത്തിയിട്ട് പിന്നെ നമുക്ക് എൻട്രൻസിന് ടിക്കറ്റ് ഉണ്ട്. എല്ലാ സ്ഥലത്തുള്ള പോലെ തന്നെ ചെറിയൊരു ടിക്കറ്റ് ഫീ ഇവിടെ ഉണ്ടായിരുന്നു. ടൂറിസ്റ്റ് ലൊക്കേഷൻസ് ഒക്കെ അവിടെ മെയിൻ വരുമാനം അതാണല്ലോ. അഡൽട്ട് 40, ക്യാമറ 200, വീഡിയോ ക്യാമറ വേണ്ടത്, ചിൽഡ്രൻ 20. എത്ര മണി വരെയാ? 5:30 വരെ. 8 മണി തൊട്ട്, രാവിലെ 8 മണി തൊട്ട് വൈകിട്ട് 5:30. എന്തൊക്കെ അലൗഡ് ആണ് ഫുഡ് ഐറ്റംസ്? ഫുള്ള് കുരങ്ങന്മാരാണ്. ഇതല്ല, ബാക്കില് കുരങ്ങന്മാരുണ്ട്, കുറേ പേരുണ്ട്. ഫുഡ് കഴിച്ചില്ല, അതാണ് ഒരു അമളി പറ്റി. ഒരുപാട് പേരുണ്ട് ഇവിടെ, ഒരുപാട് ആൾക്കാരുണ്ട്. ഈ ഒരു മരം കണ്ടോ, മറ്റേ ഓയിലിട്ട് മിനുസപ്പെടുത്തിയൊക്കെയാണ് ആൾക്കാർ ഇരുന്നിട്ടൊക്കെ സീന്. നല്ല കിട്ടില്ല വ്യൂ ആണ്. അകത്തിറങ്ങിയാലിപ്പോ ടൈം ഉണ്ടോ? 3:30. ഒരു വെയിലാറി തുടങ്ങുന്നൊരു സമയം. തണുപ്പുണ്ട് അത്യാവശ്യം. നല്ല കൈയടിച്ചിറക്കുന്ന നോക്കി. ഊട്ടി കപ്പിൾസ്. സ്പെൻഡിങ് ക്വാളിറ്റി ഓഫ് ടൈം ടുഗദർ. നല്ല റിലാക്സിംഗ് ആണ് ഗൈസ്. നല്ല കാറ്റുണ്ട്, നല്ല തണുത്ത കാറ്റുണ്ട്. പിന്നെന്താ, നല്ല സുഖം. ബാക്കില് ലേക്ക്, അതിന്റെ സൈഡില് പൈൻ മരങ്ങള്, പിന്നെ കാട് എല്ലാം ഉണ്ട്. ഉറങ്ങിയായിരുന്നു ഞാൻ താഴെ വീഴും. ഇതിന്റെ മേലെ സ്റ്റേബിൾ. ഇവിടെ ഒരു ബെഡ് ഇട്ട് കിടന്നാലോ, നല്ല തണുപ്പുണ്ട്. ഇരിക്കണക്ക് അവിടെ അങ്ങോട്ട് ഇരുന്ന് ഇനി അവിടെ എണീപ്പിക്കാനാവും പാട്. ആര് വാഴും. കാർഡിയോ ഡൺ ഫോർ ടുഡേ. ഇന്ന് നമ്മള് അത്യാവശ്യം നല്ല ഹൈക്ക് ചെയ്തു. അവിടെ വെള്ളച്ചാട്ടത്തിന്റെ അവിടെയും പിന്നെ അവിടെയും വെള്ളം കുടിച്ചിട്ടില്ലേ, വെള്ളം കുടിക്കാം. അച്ഛനും അമ്മയ്ക്ക് മുമ്പിൽ നടന്നു, നമ്മള് കുറച്ച് പിന്നിലായിപ്പോയി. നമുക്ക് ഇവിടെ നിന്ന് കയറാം, എന്നിട്ട് നേരെ നെക്സ്റ്റ് ലൊക്കേഷൻ പിടിക്കാം. ഓക്കെ. സോ ഗൈസ്, നമ്മൾ തിരുമ്പി പോവാണ്. നമ്മൾ ഫുഡൊന്നും കഴിച്ചില്ല. സമയം 4 മണി കഴിഞ്ഞു. സമയം 4 മണി കഴിഞ്ഞു. ഗൂഡല്ലൂരാണ് മാപ്പ് ഇട്ടിരിക്കുന്നത്. 4 മണി കഴിഞ്ഞു എന്ന് പറഞ്ഞില്ലേ? ആ ഗൂഡല്ലൂര് മാപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി പോണ വഴിക്ക് നല്ല ഹോട്ടൽ കാണുകയാണെങ്കിൽ കയറും, അത്ര തന്നെ. നമുക്ക് റോസ് ഗാർഡനും ബൊട്ടാണിക്കൽ ഗാർഡനും മിസ്സായിട്ടുണ്ട്. പിന്നെ അത് ബോട്ടിംഗ് ഒക്കെ മിസ്സായിട്ടുണ്ട്. ഒരു ദിവസം അല്ല, 2-3 ദിവസത്തൊക്കെ നിൽക്കാൻ വേണ്ടി വരികയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ. എനിവേ സാരമില്ല, നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം. നല്ല ലേറ്റ് ആയിട്ടുണ്ട്, വിശക്കുന്നുണ്ട്. ഷൂട്ടിംഗ് സ്പോട്ട് എന്നുണ്ട് സംഭവം. പിന്നെ മഞ്ജുവാരിയുടെ അവിടെ വെച്ചിട്ടാണ്, ആ മെയിൻ ഏരിയയിലൊക്കെ വെച്ചിട്ടാണ് ഷൂട്ട് ഉണ്ടായത്. ആ കാർ വെച്ചിട്ടുള്ള ഇപ്പൊ കുന്ന് കയറി, ഈ കുന്ന് കയറി. അതാ ഞാൻ ഈ കുന്ന് പറഞ്ഞ ഇതാണ് ഈ കുന്ന് വെച്ചാ പറഞ്ഞത്. സത്യം പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ലൊക്കേഷൻ കവർ ചെയ്യണമെന്ന് വിചാരിച്ചു, പക്ഷെ ഒന്നും നടന്നില്ല. സമയം അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഷൂട്ടിംഗ് സ്പോട്ട് നമ്മൾ കയറിയില്ല. ഈ ഒരു ഡാം പോകുന്ന വഴിക്ക് കണ്ടതാ. സ്വീറ്റ് കോൺ മേടിച്ചു നമ്മൾ. എന്താ ഈ നടുക്ക് ആൾക്കാര് വണ്ടിക്കാര് ഇതാവണോ?
നോക്കണു ഇന്ന് ഇത് വളവില് അച്ഛനും അമ്മയ്ക്കും വേണ്ട ഗൈസ്, ഇത് സ്വീറ്റ് കോൺ ആന്ന് പറഞ്ഞിട്ട് അവർക്ക് വേണ്ട പറഞ്ഞു. സോ നമ്മളിത് കഴിക്കണം, നല്ല വിശപ്പുണ്ട്. സോ ഗൈസ് നമ്മൾ ചുരം ഇറങ്ങാൻ പോവാണ്. ഞാൻ കുറച്ചു മുന്നേ ചവച്ച് തുടങ്ങിയിട്ടുണ്ട്. നല്ല വിശക്കുന്നുണ്ട്. ഉച്ചക്ക് നമ്മള് കഴിച്ചിട്ടില്ല. പക്ഷെ നമ്മള് വരുന്ന വഴിക്ക് ക്യാരറ്റ് മറ്റത് മറിച്ച് ചോളം എന്നൊക്കെ പറഞ്ഞു വരുന്ന കഴിച്ചോണ്ട് അത്ര വിശപ്പില്ല. നല്ല ഉച്ചക്ക് കഴിക്കാത്തതിന്റെ ചെറിയൊരു തലവേദന ഉണ്ട്. നോ പ്രോബ്ലം. നമ്മളിതാ ചോര ഇറങ്ങാൻ പോകാട്ടോ. നമ്മള് അവിടുന്ന് ഇറങ്ങുന്ന സമയത്ത് തന്നെ ഒരു വലിയൊരു ക്യാനില് വെള്ളം ഓൾറെഡി മേടിച്ചു വെച്ചു. വെയിലുള്ളതുകൊണ്ടും പിന്നെ അത്യാവശ്യം എല്ലാവർക്കും ദാഹിക്കുന്നുള്ളതുകൊണ്ടും പിന്നെ അതേപോലെ വരുന്നേക്ക് ക്യാരറ്റ് അത് ഇതൊക്കെ കഴിച്ചു. ഓൾറെഡി നമ്മൾ പറഞ്ഞല്ലോ 4 മണിയൊക്കെ കഴിഞ്ഞ് ആ ഒരു സമയമൊക്കെ ആയിട്ടുണ്ട് നമ്മൾ അവിടുന്ന് ഇറങ്ങുമ്പോൾ തന്നെ. പിന്നെ വേറൊരു സ്പോട്ടും കൂടെ ഫുഡ് കഴിക്കാൻ ഉള്ള സമയം ഇല്ലാത്തതുകൊണ്ട് നേരെ നമ്മൾ ഡിന്നറും ലഞ്ചും കൂടെ ഒരുമിച്ചാക്കി. ഫുഡ് എന്താ അവസ്ഥ അറിയില്ല. ഭരത്തിന്റെ സെലക്ഷനാ. ഫുഡൊക്കെ പോരില്ലെങ്കിൽ മോനെ ഇതെന്താ കണ്ണൂട്ടിന് പോയ ബൂട്ട് നോക്കി, ബൂട്ട് പച്ച കളർ ഇന്നലെ മേടിച്ച ഷൂ. ഇത് വേറെന്താണ്? ഇത് റെയിൻബോ. അതിന്റെ മേലെയാണ് ഇതല്ലേ റെസ്റ്റോറന്റ്. തലവേനുണ്ടായ തലവേന ഉച്ചക്ക് ഫുഡ് കഴിക്കല്. അമ്മ അവിടെ റോസ്, അവിടെ ഇവിടെ ഇത് ചെടി വാങ്ങാൻ വന്ന സ്ഥലമല്ല, ഫുഡ് കഴിക്കാൻ വന്ന സ്ഥലം. ഉച്ചക്ക് ഫുഡ് കഴിച്ചില്ലല്ലോ. നമ്മളാരും തലവേദന എടുക്കും. ഫുഡ് കഴിക്കാം, നോക്കിട്ട് കഴിക്കാം. അച്ഛൻ വാഷ്റൂം അങ്ങനെ അച്ഛൻ വരുമ്പോഴത്തേക്ക് നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. അമ്മ ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തു. ഞാനാണെങ്കിൽ കോമൺ ആയിട്ടൊരു ചെട്ടിനാട് ചിക്കനോ അങ്ങനെ ഒരു ചിക്കൻ്റെ ഒരു ഗ്രേവി ടൈപ്പ് കറി ഓർഡർ ചെയ്തു. പിന്നെ ഞാനും അച്ഛനും ചപ്പാത്തി ഓർഡർ ചെയ്തു. ഭരത്ത് നൂഡിൽസ് പറഞ്ഞു. ഭാഗ്യം അതേപോലെ തന്നെ നൂഡിൽസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഇന്ന് കഴിക്കാൻ തുടങ്ങി. പക്ഷെ വലിയ കുഴപ്പമില്ലാത്ത ക്വാണ്ടിറ്റി ഓഫ് ഫുഡ് ഉണ്ടായിരുന്നു. പിന്നെ ജ്യൂസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് തണുപ്പില്ലാത്ത രീതിയിൽ എടുത്തത്. ബാക്കി എല്ലാവരും ജ്യൂസ് പറഞ്ഞു. പിന്നെ അച്ഛനും അമ്മയും മാത്രം ടീ പറഞ്ഞു. അങ്ങനെ സോ ഗൈസ് നമ്മളിതാ ഫുഡൊക്കെ കഴിച്ചു. നമ്മൾ തിരൂർക്ക് പോവാണ് ഇനി തിരിച്ച് കൂടല്ലൂരിന്ന് നേരെ നൂഡിൽസ് ഫ്രൈഡ് റൈസ് ഫില്ലായി എല്ലാരും. എന്തായാലും അതെ, പുതിയതായിട്ടൊരു ട്രൈ ചെയ്ത് ചെട്ടിനാട് ചിക്കൻ ചെട്ടിനാട് ട്രൈ ചെയ്തു. അപ്പൊ ഫില്ലായി ഇപ്പൊ എല്ലാരും. ജ്യൂസൊക്കെ കുടിച്ച് ബാത്റൂമിലൊക്കെ ഒന്ന് പോയി ഫ്രഷ് ആയി വന്നു. ഡിന്നറും ലഞ്ചും കൂടെ ചേർത്ത് അപ്പൊ നമ്മളെന്തായാലും ഇനി നേരെ വീട്ടിലേക്ക് ഗായ്സ്. ഇവിടെ ഭയങ്കര ബ്ലോക്കാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ ഇലക്ഷന്റെ കലാശക്കൊട്ട തോന്നുന്നുണ്ട്. എന്താ പറയാ, പാണ്ടിമേളം ടപ്പാങ്കുത്തൊക്കെ ഉണ്ട്. എപ്പത്തന്നെ അല്ലെങ്കിലേ ലേറ്റ് ആണ്, പിന്നെ അല്ലെങ്കിലേ ട്രാഫിക്. അതിന്റെ ഇടയിൽ കൂടി ഇങ്ങനത്തെ കുറവ് സാധനം. ഗായ്സ് അവരുടെ എന്തോ തിരുമ്പലൊക്കെയാണ്. അപ്പൊ അത് എന്താ ഉത്സവം എന്തൊക്കെയാണ്. ഇവിടെ കൂട്ടത്തിൽ ഇപ്പൊ എനിക്കും അപ്പുച്ചിക്കും മാത്രമേ കൂടുതൽ തമിഴ് അറിയുള്ളൂ. അപ്പൊ തമ്പി കീഴിറങ്ങി. അപ്പൊ അതായിരുന്നു തോന്നുന്നുണ്ട്. ഇലക്ഷന്റെ അല്ല, ഇലക്ഷൻ ആണെങ്കിൽ ആരെയൊക്കെ കാണാറില്ല. എന്തോ ഉത്സവം എന്താണ്. അങ്ങനെ നമ്മൾ കേരളത്തിലേക്ക് കയറിയതിന്റെ ശേഷം മലപ്പുറക്ക് എത്താനായ സമയത്ത് തോന്നുന്നുണ്ട് ഈ ഒരു ചായവാലന്റെ ഷോപ്പ് കയറി. അമ്മ വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാനും ഭരത്തും ഭാഗ്യം അച്ഛനും അവിടെ കയറിയത്. എൻ്റെ എലാച്ചിട്ടിയാണ് ഫേവററ്റ്. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ ആണെങ്കിൽ ആംബിയൻസും സാധനങ്ങളൊക്കെ സെറ്റ്. പക്ഷെ ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് ഇവരെ സിഗ്നേച്ചർ മസാല ചായ മാത്രമേ ഉള്ളൂ പറഞ്ഞു. അങ്ങനെ അവസാനം നമ്മൾ മസാല ചായയും പിന്നെ കോമൺ ആയിട്ട് ഒരു ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ഒരു ചെറിയൊരു പോർഷനും പറഞ്ഞു. അങ്ങനെ അത് നമ്മൾ 4 പേരും കൂടി ഇരുന്നു കുടിച്ചു കഴിച്ചു. അങ്ങനെ കുറച്ചു നേരം ഒന്ന് പാട്ടൊക്കെ കേട്ടിരുന്ന് വൈബ് ആസ്വദിച്ചു. അങ്ങനെ പിന്നെ നമ്മള് അവിടുന്ന് ചായ കുടിച്ചു. അപ്പൊ അവിടെ സിഗ്നേച്ചർ ആയിട്ടുള്ള മസാല ചായ മാത്രമേ ഉള്ളൂ. എലാച്ചി ചായന്റെ ആളാ ഞാൻ. പക്ഷെ അവിടെ അത് ഇല്ലാത്തോണ്ട് ചായ സോ അത് ഇല്ലാത്തോണ്ട് അത് മസാല ചായ കുടിച്ചു നമ്മള് 4 പേര്. അമ്മ വേണ്ടാന്ന് പറഞ്ഞോണ്ട് പിന്നെ നമ്മള്
കൂടെ വന്നില്ല. പിന്നെ അവിടുന്ന് ഫ്രഞ്ച് ഫ്രൈസും കഴിച്ചിട്ട് പോന്നു. അപ്പം ഉറക്കം ചെറിയ രീതിയിൽ വന്നിട്ടുള്ളായിരുന്നു. ഒഴിവാക്കാൻ ഇനി ഒരു 1:47 63 കിലോമീറ്റർ ജേർണി ഉണ്ട്. അപ്പൊ നമ്മൾ ഇത്രയും നേരത്തെ ജേർണിയിൽ നമ്മൾ മെയിനായിട്ട് ചുരത്തിന്റെ അവിടെ വലിയ ഇഷ്യൂ, ഒരു ആനേനെ കണ്ടുവരുന്നതായിരിക്കും അത്. യെസ്, അപ്പൊ ടോട്ടലില് 2 ആനേനെ കണ്ടു. അങ്ങനെ കുറച്ച് വന്യജീവികളൊക്കെ കണ്ടു, മുള്ളമ്പന്നി അതൊക്കെ കണ്ടു. പിന്നെ പകർത്താൻ പറ്റില്ല, പിന്നെ കാട്ടി അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ കണ്ടു. ജേർണിയില് ഇപ്പൊ അത്യാവശ്യം വലിയ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ നമ്മൾ വിചാരിച്ച അത്രയും സാധനങ്ങളൊന്നും കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഇനി നമ്മൾ നേരെ വീട്ടിലോട്ടാണ്. അപ്പം ഇവിടുന്ന് ഇത്രയും ഹവേഴ്സ് കവർ ചെയ്ത് അവിടെ എത്തുമ്പോൾ ഏകദേശം എന്തായാലും 12 മണിക്കാവും. പിന്നെ നേരെ ചേർന്ന് കയറി കിടന്നുറങ്ങാന്നുള്ള വൈബാണ്. എന്തായാലും ഈ ഒരു കുഞ്ഞു വ്ളോഗ്, നമ്മള് കുഞ്ഞല്ലേ വലിയ വ്ളോഗ്, അപ്പൊ ഇത് ഫുള്ള് ഫസ്റ്റ് തൊട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഊട്ടിയിലേക്ക് പോയി നല്ല നാടുകാണി ചുരം വഴി പോകുന്നതിന്റെ ഒരു ചെറിയൊരു ഗൈഡൻസും കൂടിയാണിത്. അപ്പൊ നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആയിട്ടെങ്കിൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പൊ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നവരേക്കും ടേക്ക് കെയർ, ബൈ. അമ്മയച്ഛനൊക്കെ സൈഡ് അച്ഛൻ എഴുതി നോക്കുന്ന ഓക്കെ. ബൈ ബൈ.